പാലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യുഎൻ ഏജൻസി ഏതാണ്? UNRWA യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി. പാലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യുഎൻ ഏജൻസിയാണ് UNRWA യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി. 2024 യൂറോ കപ്പ് ഫുട്ബോളിന്റെ ഭാഗ്യചിഹ്നമാണ് ആൽബർട്ട് എന്ന കരടിക്കുട്ടി. 2024 യൂറോ ഫുട്ബോളിന്റെ ഔദ്യോഗിക പന്താണ് ഫുസ്ബല്ലിബേ. 2024 യൂറോ കപ്പ് ഫുട്ബോളിന്റെ ഭാഗ്യചിഹ്നമാണ് ആൽബർട്ട് എന്ന കരടിക്കുട്ടി. 2024 യൂറോ കപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക പന്താണ് ഫുസ്ബല്ലിബേ. പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി ശ്രീ ടൂറിസം എയർ സർവീസ് ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഭുജ് സ്മൃതി വനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഗുജറാത്ത്. യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഭുജ് സ്മൃതി വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്താണ്. ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഗോപിനാഥ് മുതുകാടാണ്. ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഗോപിനാഥ് മുതുകാടാണ്. കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുന്നതിനായുള്ള പദ്ധതികൾ നടപ്പാക്കിയതിൽ രാജ്യത്തെ ഏറ്റവും മികച്ച ജില്ലയായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലയാണ് തൃശ്ശൂര്. കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുന്നതിനായുള്ള പദ്ധതികൾ നടപ്പാക്കിയതിൽ രാജ്യത്തെ ഏറ്റവും മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലയാണ് തൃശ്ശൂര്. മഹാത്മാഗാന്ധി, അംബേദ്കർ തുടങ്ങിയവരുടെ പ്രതിമകൾ ഉൾപ്പെടുന്ന പ്രേരണാസ്ഥൽ പാർലമെന്റ് സമുച്ചയത്തിൽ ഉദ്ഘാടനം ചെയ്തത് ജഗ്ദീപ് ധൻഖർ ആണ്. ഉപരാഷ്ട്രപതി. മഹാത്മാഗാന്ധി, അംബേദ്കർ തുടങ്ങിയവരുടെ പ്രതിമകൾ ഉൾപ്പെടുന്ന പ്രേരണാസ്ഥൽ പാർലമെന്റ് സമുച്ചയത്തിൽ ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായ ജഗ്ദീപ് ധൻഖർ ആണ്. യുവാക്കളെ മികച്ച സംരംഭകരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് PM യുവ. യുവാക്കളെ മികച്ച സംരംഭകരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി PM യുവ. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം തരംഗ് ശക്തി 2024. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമാണ് തരംഗ് ശക്തി 2024. നിലവിലെ കേരള ബാങ്ക് സിഇഒയും മാനേജിംഗ് ഡയറക്ടറായ വ്യക്തി ജോർട്ടി M. ചാക്കോയാണ്. നിലവിലെ കേരള ബാങ്കിന്റെ ഇപ്പോഴത്തെ സിഇഒയും മാനേജിംഗ് ഡയറക്ടർ MDയും ഒരേ ആള് തന്നെയാണ്, ജോർട്ടി M. ചാക്കോ. അതിർത്തി കടന്നുള്ള ഇടപാടുകൾക്കായി ലോക്കൽ കറൻസി സെറ്റിൽമെന്റ്സ് സിസ്റ്റം സ്ഥാപിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പിട്ടത് ഇന്ത്യയും UAEയുമാണ്. അതിർത്തി കടന്നുള്ള ഇടപാടുകൾക്കായി ലോക്കൽ കറൻസി സെറ്റിൽമെന്റ് സിസ്റ്റം സ്ഥാപിക്കുന്നതിനായുള്ള കരാറിൽ ഒപ്പിട്ടത് ഇന്ത്യയും UAEയും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള പുരുഷ ഡബിൾസ് ടെന്നീസ് ടീമിന്റെ കോച്ചായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ബാലചന്ദ്രൻ മാണിക്കത്ത്. പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള പുരുഷ ഡബിൾസ് ടെന്നീസ് ടീമിന്റെ കോച്ചായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ബാലചന്ദ്രൻ മാണിക്കത്ത്. 4 ഓവറിൽ ഒരു റണ്ണ് പോലും വഴങ്ങാതെ 3 വിക്കറ്റ് വീഴ്ത്തിയെന്ന അപൂർവ ബോളിംഗ് റെക്കോർഡ് കരസ്ഥമാക്കിയ ന്യൂസിലാൻഡ് ബൗളറാണ് ലോക്കി ഫെർഗ്യൂസൺ. 4 ഓവറിൽ ഒരു റണ്ണ് പോലും വഴങ്ങാതെ 3 വിക്കറ്റ് വീഴ്ത്തിയെന്ന അപൂർവ ബോളിംഗ് റെക്കോർഡ് കരസ്ഥമാക്കിയ ന്യൂസിലാൻഡ് ബൗളറാണ് ലോക്കി ഫെർഗ്യൂസൺ. 18ാം ലോക്സഭയുടെ പ്രോടേം സ്പീക്കറാണ് ഭർതൃഹരി മെഹ്താബ്. 18ാം ലോക്സഭയുടെ പ്രോടേം സ്പീക്കറാണ് ഭർതൃഹരി മെഹ്താബ്. അടുത്തിടെ അന്തരിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യ വീരചക്ര ജേതാവാണ് ലഫ്റ്റനന്റ് കേണൽ N. ചന്ദ്രശേഖരൻ നായർ. അടുത്തിടെ അന്തരിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യ വീരചക്ര ജേതാവാണ് ലഫ്റ്റനന്റ് കേണൽ N. ചന്ദ്രശേഖരൻ നായർ. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്റർ നിർമ്മിക്കുന്നതെവിടെ? വിഴിഞ്ഞത്താണ്. സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത് മദ്രാസ് IIT ആണ്. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്റർ നിർമ്മിക്കുന്നതെവിടെ? വിഴിഞ്ഞമാണ്. സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത് മദ്രാസ് IIT ആണ്.
നിയമസഭാ നടപടിക്രമങ്ങളുടെ മലയാള പരിഭാഷ പരിശോധിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരം പ്രമേയം എന്നതിന് പകരം ഉപയോഗിക്കുന്ന പുതിയ വാക്കാണ് ഉപക്ഷേപം. നിയമസഭാ നടപടിക്രമങ്ങളുടെ മലയാള പരിഭാഷ പരിശോധിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരം പ്രമേയം എന്നതിന് പകരം ഉപയോഗിക്കുന്ന പുതിയ വാക്കാണ് ഉപക്ഷേപം. സത്യപ്രതിജ്ഞയ്ക്ക് പകരം ഉപയോഗിക്കേണ്ട വാക്കുകളാണ് പ്രതിജ്ഞ അല്ലെങ്കിൽ ശപഥം. സത്യപ്രതിജ്ഞയ്ക്ക് പകരം ഉപയോഗിക്കേണ്ട വാക്കുകളാണ് പ്രതിജ്ഞ അല്ലെങ്കിൽ ശപഥം. ഭക്ഷ്യസ്ഥാപനങ്ങളിലെ ശുചിത്വം ഉറപ്പാക്കാൻ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ലൈഫ്. ഭക്ഷ്യസ്ഥാപനങ്ങളിലെ ശുചിത്വം ഉറപ്പാക്കാൻ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ലൈഫ്. മാജിക് ഹോംസ് എന്ന പേരിൽ ഭിന്നശേഷിക്കാർക്ക് ഭിന്നശേഷി സൗഹൃദ മാതൃകാ ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് ഡിഫറൻറ്റ് ആർട്സ് സെന്റർ തിരുവനന്തപുരമാണ്. മാജിക് ഹോംസ് എന്ന പേരിൽ ഭിന്നശേഷിക്കാർക്ക് ഭിന്നശേഷി സൗഹൃദ മാതൃകാ ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് ഡിഫറൻറ്റ് ആർട്സ് സെന്റർ തിരുവനന്തപുരം. 2024 കോപ്പ അമേരിക്ക ടൂർണമെന്റിന്റെ ഭാഗ്യചിഹ്നമാണ് കപ്പിത്താൻ എന്ന പേരുള്ള കഴുകൻ. കോപ്പ അമേരിക്ക മത്സരങ്ങൾക്കുള്ള ഔദ്യോഗിക പന്താണ് കുംബ്രെ. 2024 കോപ്പ അമേരിക്ക ടൂർണമെന്റിന്റെ ഭാഗ്യചിഹ്നം അപ്പോൾ കപ്പിത്താൻ എന്ന പേരുള്ള കഴുകനാണ്. കോപ്പ അമേരിക്ക മത്സരങ്ങൾക്കുള്ള ഔദ്യോഗിക പന്താണ് കുംബ്രെ. കേരളത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനിയായി മാറിയത് ഫാക്റ്റ് ആണ്. കേരളത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനിയായി മാറിയത് 70,000 കോടി രൂപയാണ് വിപണി മൂല്യം. ആ കമ്പനി ഏതാണ്? ഫാക്റ്റ് ആണ്. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ. രണ്ടാം സ്ഥാനം മുത്തൂറ്റ് ഫിനാൻസ് ആണ്, 69,944 കോടി. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനിയായി മാറിയത് ഫാക്റ്റ് ആണ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ. ഭാരത ഹോക്കി ടീമിനെ 2036 വരെ സ്പോൺസർ ചെയ്യാൻ തീരുമാനിച്ച സംസ്ഥാനം ഒഡീഷയാണ്. ഭാരത ഹോക്കി ടീമിനെ 2036 വരെ സ്പോൺസർ ചെയ്യാൻ തീരുമാനിച്ച സംസ്ഥാനം ഒഡീഷ. മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള നിയമം നിലവിൽ വന്നത് 2024 ജൂൺ 21-നാണ്. മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള നിയമം നിലവിൽ വന്നത് 2024 ജൂൺ 21-നാണ്. 2024 ജൂൺ 21. ഭൗമസൂചിക പദവി ലഭിച്ച മാജിക് റൈസ് എന്നറിയപ്പെടുന്ന ചേക്കുവ അരി ഏത് സംസ്ഥാനത്തു നിന്നുള്ള ഉൽപ്പന്നമാണ്? അസം ആണ്. ഭൗമസൂചിക പദവി ലഭിച്ച മാജിക് റൈസ് എന്നറിയപ്പെടുന്ന ചേക്കുവ അരി ഏത് സംസ്ഥാനത്തു നിന്നുള്ള ഉൽപ്പന്നമാണ്? അസം ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ വ്യക്തിഗത മത്സര ഇനമാണ് ബ്രേക്ക് ഡാൻസ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ വ്യക്തിഗത മത്സര ഇനമാണ് ബ്രേക്ക് ഡാൻസ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവരാണ് ഓം ബിർളയും കൊടിക്കുന്നിൽ സുരേഷും. ഓം ബിർള NDA സഖ്യമാണ്, കൊടിക്കുന്നിൽ സുരേഷ് ഇന്ത്യ സഖ്യം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർ ഓം ബിർളയും കൊടിക്കുന്നിൽ സുരേഷും. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കരുത്തുറ്റ ഡ്രോൺ സംവിധാനമാണ് തപസ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡും ചേർന്നാണ് ഡ്രോണുകൾ നിർമ്മിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കരുത്തുറ്റ ഡ്രോൺ സംവിധാനമാണ് തപസ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡും ചേർന്നാണ് ഡ്രോണുകൾ നിർമ്മിക്കുന്നത്. രാജ്യത്തുണ്ടായ ഒരേ ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ എത്രാമത്തെ വാർഷികമാണ് 2024 ജൂണിൽ ആചരിച്ചത്? 50. രാജ്യത്തുണ്ടായ ഒരേ ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ എത്രാമത്തെ വാർഷികമാണ് 2024 ജൂണിൽ ആചരിച്ചത്? 50-ാമത്തെയാണ്. 1975 ജൂൺ 25-ന് രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആർട്ടിക്കിൾ 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസിയാണ് പ്രതിപാദിക്കുന്നത്. 1977 മാർച്ച് 23-ന് അടിയന്തരാവസ്ഥ അവസാനിച്ചു. മലയാളി കുടുംബങ്ങളിലെ സന്തോഷ സൂചിക ഉയർത്തുവാനായി ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനം കുടുംബശ്രീയാണ്. മലയാളി കുടുംബങ്ങളിലെ സന്തോഷ സൂചിക ഉയർത്തുവാനായി ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനം കുടുംബശ്രീയാണ്.
2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ പി വത്സലയുടെ അവസാന നോവലാണ് ചിത്രലേഖ. 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ പി വത്സലയുടെ അവസാന നോവൽ ചിത്രലേഖ. ചിത്രലേഖ. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലാണ് മാർക്ക് റൂട്ടെ. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലാണ് മാർക്ക് റൂട്ടെ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതും ഇന്ത്യയിലെ ഏറ്റവും വലുതുമായ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് ബന്നാർഘട്ട, കർണാടക. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതും ഇന്ത്യയിലെ ഏറ്റവും വലുതുമായ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് ബന്നാർഘട്ടയാണ്. ബന്നാർഘട്ട, കർണാടക. സർക്കാർ KSRTC ഉടമസ്ഥതയിലുള്ള ആദ്യ ഡ്രൈവിംഗ് സ്കൂളിന് തുടക്കം കുറിച്ച ജില്ല തിരുവനന്തപുരമാണ്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ആദ്യ ഡ്രൈവിംഗ് സ്കൂളിന് തുടക്കം കുറിച്ച ജില്ല തിരുവനന്തപുരമാണ്. 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയത് സജ്ന ഠാക്കൂർ ആണ്. സജ്ന ഠാക്കൂർ. ഐശ്വര്യ റായ് എന്ന കഥയാണ് പുരസ്കാരത്തിന് അർഹമായത്. 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയത് സജ്ന ഠാക്കൂർ ആണ്. ഐശ്വര്യ റായ് എന്ന കഥയാണ് പുരസ്കാരത്തിന് അർഹമായത്. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയാണ് വിക്രം മിശ്രി. ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി അഥവാ വിദേശകാര്യ സെക്രട്ടറിയാണ് വിക്രം മിശ്രി. ടെസ്റ്റ് ക്രിക്കറ്റ് ഡബിൾ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതാ താരം ഷെഫാലി വർമ്മ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഷെഫാലി വർമ്മ ഇരട്ട സെഞ്ചുറി നേടിയത്. അപ്പൊ ടെസ്റ്റ് ക്രിക്കറ്റ് ഡബിൾ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതാ താരമാണ് ഷെഫാലി വർമ്മ. രണ്ടാമത്തെ ഇന്ത്യൻ വനിതാ താരം. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം മിഥാലി രാജാണ്. ഇപ്പൊ ടെസ്റ്റ് ക്രിക്കറ്റ് ഡബിൾ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതാ താരം ഷെഫാലി വർമ്മയും ടെസ്റ്റ് ക്രിക്കറ്റ് ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം മിഥാലി രാജുമാണ്. ബഹിരാകാശത്ത് വർക്ക്ഷോപ്പ് ഉപഗ്രഹ വിക്ഷേപത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഓസ്ട്രേലിയയാണ്. ബഹിരാകാശത്ത് വർക്ക്ഷോപ്പ് ഉപഗ്രഹ വിക്ഷേപത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഓസ്ട്രേലിയയാണ്. കരാറിന്റെ ഭാഗമായി 2026 വിക്ഷേപിക്കുന്ന വർക്ക്ഷോപ്പ് ഉപഗ്രഹം ഒപ്റ്റിമസ് ആണ്. കരാറിന്റെ ഭാഗമായി 2026 ഇന്ത്യയും ഓസ്ട്രേലിയയും ചേർന്ന് വിക്ഷേപിക്കുന്ന വർക്ക്ഷോപ്പ് ഉപഗ്രഹം ഒപ്റ്റിമസ്. ഓസ്ട്രേലിയയും ഇന്ത്യയുമായുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്ന സ്പേസ് മൈത്രി ദൗത്യത്തിന്റെ ഭാഗമായാണ് ഈ കരാറ്. അപ്പോൾ ബഹിരാകാശത്ത് വർക്ക്ഷോപ്പ് ഉപഗ്രഹ വിക്ഷേപത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഓസ്ട്രേലിയയാണ്. ഈ കരാറിന്റെ ഭാഗമായി 2026 വിക്ഷേപിക്കുന്ന വർക്ക്ഷോപ്പ് ഉപഗ്രഹമാണ് ഒപ്റ്റിമസ്. ഓസ്ട്രേലിയയും ഇന്ത്യയുമായുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്ന സ്പേസ് മൈത്രി ദൗത്യത്തിന്റെ ഭാഗമായാണ് ഈ കരാറ്. കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് രവി അഗർവാള്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസിന്റെ പുതിയ ചെയർമാനാണ് രവി അഗർവാള്. കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാനായി നിയമിതനായ വ്യക്തി രവി അഗർവാള്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാനാണ് ചല്ല ശ്രീനിവാസുലു സെട്ടി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ചല്ല ശ്രീനിവാസുലു സെട്ടി. T20 ലോകകപ്പ് ജേതാക്കളായ ടീം ഇന്ത്യക്ക് സമ്മാനത്തുകയായി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ആയ BCCI പ്രഖ്യാപിച്ചത് 125 കോടി രൂപയാണ്. T20 ലോകകപ്പ് ജേതാക്കളായ ടീം ഇന്ത്യക്ക് സമ്മാനത്തുകയായി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രഖ്യാപിച്ചത് 125 കോടി രൂപയാണ്. പുതുതായി നിലവിൽ വന്ന ഭാരതീയ നിയമസംഹിത പ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യ FIR രജിസ്റ്റർ ചെയ്തത് കൊണ്ടോട്ടിയിലാണ്. പുതിയതായി നിലവിൽ വന്ന ഭാരതീയ നിയമസംഹിത പ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യ FIR രജിസ്റ്റർ ചെയ്തത് കൊണ്ടോട്ടി, മലപ്പുറം. ഇന്ത്യയിൽ ആദ്യമായി FIR രജിസ്റ്റർ ചെയ്തത് ഗ്വാളിയറിലാണ്. ഇന്ത്യയിൽ ആദ്യമായി FIR രജിസ്റ്റർ ചെയ്തത് ഗ്വാളിയറാണ്, മധ്യപ്രദേശ്. സ്റ്റേഷൻ പരിധി നോക്കാതെ ഏതു സ്റ്റേഷനിലും FIR രജിസ്റ്റർ ചെയ്യാവുന്ന സംവിധാനമാണ് സീറോ FIR സംവിധാനം. ഇത് പുതുതായിട്ട് കൊണ്ടുവന്നതാണ് ഈ സീറോ FIR സംവിധാനം. ഇപ്പൊ പുതുതായി നിലവിൽ വന്ന ഭാരതീയ നിയമസംഹിത പ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ FIR രജിസ്റ്റർ ചെയ്തത് കൊണ്ടോട്ടി, മലപ്പുറം. ഇന്ത്യയിലാണെങ്കിൽ അത് ഗ്വാളിയർ ആണ്, മധ്യപ്രദേശ്. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി സിംഗപ്പൂർ ആണ്. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി സിംഗപ്പൂര്. അടുത്തിടെ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച ഏറ്റവും ശക്തമായ നോൺ ന്യൂക്ലിയർ ബോംബ് സെബെക്സ് 2
അടുത്തിടെ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച ഏറ്റവും ശക്തമായ നോൺ ന്യൂക്ലിയർ ബോംബാണ് സെബക്സ് 2. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡാകാൻ തയ്യാറെടുക്കുന്നത് ലാലൂറാണ്. ലാലൂർ, തൃശ്ശൂര്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡാകാൻ തയ്യാറെടുക്കുന്നത് ലാലൂർ, തൃശ്ശൂര്. ഇലക്ട്രോണിക് വിവര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ആഗോള ഇന്ത്യ AI ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് ന്യൂഡൽഹിയാണ്. ഇലക്ട്രോണിക് വിവര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ആഗോള ഇന്ത്യ AI ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് ന്യൂഡൽഹിയിലാണ്. അടുത്തിടെ 4 ജില്ലകളെ സ്പേസ് ബേ ആയി പരിഗണിച്ച് ബഹിരാകാശ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. അടുത്തിടെ 4 ജില്ലകളെ സ്പേസ് ബേ ആയി പരിഗണിച്ച് ബഹിരാകാശ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാട്. സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദിത്യ L1 പേടകം L പോയിന്റിന് ചുറ്റിലുമുള്ള ആദ്യ ഭ്രമണപഥം പൂർത്തിയാക്കിയത് 2024 ജൂലൈ 2-നാണ്. സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദിത്യ L1 പേടകം L പോയിന്റിന് ചുറ്റിലുമുള്ള ആദ്യ ഭ്രമണപഥം പൂർത്തിയാക്കിയത് 2024 ജൂലൈ 2-നാണ്. L1 പോയിന്റിന് ചുറ്റും ഒരു തവണ ഭ്രമണം ചെയ്യാൻ പേടകത്തിന് എടുത്ത സമയം 178 ദിവസമാണ്. 2024 24ാമത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി വേദി ഖസാക്കിസ്ഥാനാണ്. 2024 24ാമത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ വേദി ഖസാക്കിസ്ഥാൻ. യുനെസ്കോയുടെ ക്രിയേറ്റീവ് നഗരങ്ങളുടെ നെറ്റ്വർക്ക് പദ്ധതിയായ ബ്രാഗ മാനിഫെസ്റ്റോയിൽ ഇടം പിടിച്ച കേരളത്തിലെ നഗരം കോഴിക്കോട്. യുനെസ്കോയുടെ ക്രിയേറ്റീവ് നഗരങ്ങളുടെ നെറ്റ്വർക്ക് പദ്ധതിയായ ബ്രാഗ മാനിഫെസ്റ്റോയിൽ ഇടം പിടിച്ച കേരളത്തിലെ നഗരം കോഴിക്കോട്. വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച ലൊക്കേഷൻ കോഡാണ് INN/YY1. IN ഇന്ത്യ എന്നും NYY1 എന്നത് നെയ്യാറ്റിൻകര താലൂക്കിന്റെയും സൂചിപ്പിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച ലൊക്കേഷൻ കോഡാണ് INN/YY1. IN ഇന്ത്യ എന്നും NYY1 എന്നത് നെയ്യാറ്റിൻകര താലൂക്കിനെയും സൂചിപ്പിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം ആരംഭിക്കുന്ന സ്ഥലം തലശ്ശേരിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം ആരംഭിക്കുന്ന സ്ഥലം തലശ്ശേരി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.